ചേച്ചി എന്താണ് ചേച്ചി ഇന്ന് പ്രത്യേകത? അല്ല അതല്ല, ഞാൻ മറ്റേ ബുക്ക് ഇട്ടതായിരുന്നു. അതേ സുഹൃത്തുക്കളെ, ഇക്കയുടെ ബർത്ത്ഡേ ആയിട്ട് ഞങ്ങളൊരു ചെറിയ ഐസ്ക്രീം കേക്ക് സെറ്റ് ചെയ്ത് കേക്ക് അകത്ത് കഴിക്കാതിരിക്കുകയാണ്. അപ്പൊ നമുക്ക് കൊണ്ട് സർപ്രൈസ് കൊടുക്കാം. സർപ്രൈസ് ഒന്നും കാണൂലേ, വിചാരിച്ചിരിക്കുകയായിരിക്കും. ആ കറി കറിക്കാം. ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ഇക്ക, ഹാപ്പി ബർത്ത്ഡേ ടു. എന്തോ നിൽക്കുക അവിടെ പൊതിഞ്ഞു വെക്കണത്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ഇക്ക, ഹാപ്പി ബർത്ത്ഡേ ടു യു. May the good God May God bless you, dear. May God bless you, dear Ika. Happy birthday. ചെമ്മീൻ പൊടിയല്ല, അത് ലോട്ടസ് ബിസ്കോപ്പ് ആണ്. ഇക്കക്ക് ഇപ്പൊ എത്ര വയസ്സ് ചോദിക്കാ ബർത്ത്ഡേക്ക്? ബർത്ത്ഡേക്ക് വയസ്സ് പറയാൻ പാടില്ലല്ലേ? അല്ലെങ്കിലും ഒക്കെ പറയാറില്ലല്ലോ. ഓ അടിപൊളി ഇക്ക. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഇക്ക ഇന്നെന്താ ഇവിടെ സ്പെഷ്യല്? ഇന്ന് പൊളിച്ച് ഇക്ക നമ്മുടെ ഹൃദയം കവർന്നു ഉച്ചക്ക്. ആർത്തിമൂത്ത ഒരു വ്ളോഗറാണ് സുഹൃത്തുക്കളെ നിങ്ങളിപ്പോ കാണുന്നത്. ഞങ്ങൾ കഴിക്കട്ടെ. ചേച്ചി കബാബക്ക ആണ്. ആ ചേച്ചിക്ക് അത് പാടില്ലല്ലേ? ചേച്ചി പാട്ട് മാത്രമേ പാടാറുള്ളൂ സുഹൃത്തുക്കളെ. ഓക്കെ, ആ ബ്രെഡ് വായിന്ന് എടുത്തിട്ട് വേണ്ടേ പൊന്തായി. കാരണം എല്ലാരും ഫുഡിൽ കോൺസെൻട്രേറ്റഡ് ആയിപ്പോയി. ഇതെന്താ? ഇത് കൊഞ്ചാണ്. ഇതിനൊന്നും ഒരു കുഴപ്പമില്ല. ഒരു കൊല്ലം എന്നാലും പറയാം ഹാപ്പി ബർത്ത്ഡേ. ഞാൻ വളരെ വിദഗ്ധമായി ഫിഷ് ഗ്രില്ല് ഞാൻ കിട്ടും. എന്താ ഫിഷിന് കൊഞ്ച് കിടില്ല. ഫ്രഞ്ച് ഫ്രൈസോ? ഇതൊക്കെ എന്താ? ഇതൊക്കെ ചേച്ചി ഇതെന്താ ഇത്? ബിരിയാണി. ബിരിയാണി. എനിക്ക് ബിരിയാണി മതി. ബിരിയാണി റഹ്മാനി എന്നുള്ള എന്ത് ബിരിയാണി? ഇത് എന്ത് ബിരിയാണിയാണ്? താങ്ക് യു ഫോർ ദ ചെലവ്. ലവ് യു. ക്ഷമയില്ല സുഹൃത്തുക്കളെ, കഴിച്ചിട്ട് വരാം. എന്നും എന്നൊക്കെ ബർത്ത്ഡേ ഉണ്ടാവട്ടെ. ഷൂട്ട് കഴിഞ്ഞിറങ്ങി ഗൈസ്. ഇന്ന് സത്യം പറഞ്ഞ ഒരു പോഡ്കാസ്റ്റ് ഷെഡ്യൂൾഡ് ആയിരുന്നു, അത് ഞാൻ ക്യാൻസൽ ചെയ്തു. കാരണം മെന്റൽ ഫെറ്റീഗ് എന്ന് പറഞ്ഞൊരു സാധനം ഈസ് റിയൽ. അപ്പോ ഇന്ന് പോഡ്കാസ്റ്റ് ക്യാൻസൽ ചെയ്ത് 2 ദിവസം കഴിഞ്ഞ് ഷെഡ്യൂൾ ചെയ്ത്. അപ്പോൾ വിചാരിച്ച എന്തുകൊണ്ടും നമ്മുടെ GFC എടുക്കാനായിട്ടുള്ള സമയമായി. അങ്ങനെ GFC എടുക്കാനായിട്ട് വന്ന് നിൽക്കുകയാണ്. രക്തമൊക്കെ ഉണ്ടോ എന്തോ ഗൈസ്? ഓടി കിടന്ന് രക്തമൊക്കെ നീരായി പോയോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഉണ്ടോ വെയിൻ? അതെടുത്തോ. സത്യം പറഞ്ഞ ഒരു കോമഡി എന്ന് പറഞ്ഞാലേ, ഈ മറ്റേ ഹെയർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞതിന് ശേഷം സൂചിയൊക്കെ കുത്തുമ്പോ ഇപ്പൊ എനിക്കൊന്നും തോന്നുന്നില്ല. ഇതൊക്കെ എന്ത് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായി. ബ്ലഡും കൊടുത്തിട്ടേ ഗൈസ് അവര് മറ്റേ സെൻട്രിഫ്യൂഗ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിന്റെ തൊട്ടിപ്പുറത്ത് ക്യൂട്ടിസിന്റെ തൊട്ടിപ്പുറത്ത് ഒരു മാതൃഭൂമിയുടെ ബുക്ക് സ്റ്റോർ ഉണ്ട് കേട്ടോ. കിട്ടിലം ബുക്ക് സ്റ്റോൾ ഗൈസ് ആണ്. ഇവിടെ ഇരുന്ന് വായിക്കാനായിട്ടുള്ളൊരു സ്പേസ് ഒക്കെ അവർ തന്നിട്ടുണ്ട്. പിന്നെ ബുക്ക് സ്റ്റോൾ അത്യാവശ്യം നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ. ബുക്ക് സ്റ്റോളായിരുന്നു കേട്ടോ പതുക്കെ സംസാരിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ വന്നപ്പോൾ റഷ്യൻ നാടോടി കഥകളെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്ക് എടുത്ത് ഞാൻ വായിച്ചു നോക്കിയിരുന്നു. ആദ്യത്തെ കഥ ഇതാരെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായില്ല ഗൈസ്. ഇതിനകത്ത് കുറേ കോമഡി ഉണ്ട്. പക്ഷെ അത് പിന്നെ ഞാൻ ഇതൊരെണ്ണം എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നസെൻ്റ് ഏട്ടൻ്റെ ഈ ബുക്ക് മഴക്കണ്ണാടി വായിച്ചു നോക്കാമെന്ന് വിചാരിച്ച്. അനിമയ്ക്ക് വേണ്ടിയിട്ട് ഇവരുടെ ഒരു കമനീയമായ ശേഖരമുണ്ട്. വൺ പീസിൻ്റെ ബുക്കിൻ്റെ കളക്ഷൻ ഇവിടെ ഇരിക്കുന്നത് പൊളി കേട്ടോ. മൊത്തത്തിൽ നല്ല രസമുണ്ട് ഈ ലൈബ്രറി. എനിക്കിഷ്ടപ്പെട്ടു. ലൈബ്രറി അല്ല, ബുക്ക് സ്റ്റോൾ. ഇതേതാ? ജവഹർലാൽ നെഹ്റു സാറിൻ്റെ ഏത് ബുക്കാണെന്ന് തോന്നുന്നു.
എനിക്ക് ഈ ഒരു ഏരിയയിൽ വരുന്ന ബുക്സിനെ കൊണ്ടൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമാണ്. എനിക്ക് സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ അങ്ങനെ പഠിക്കുന്ന എന്തെങ്കിലും ഒരു സാധനം എടുക്കണതാണ് ഇഷ്ടം. പക്ഷേ ഈയിടെയായിട്ട് എനിക്ക് പഠിക്കാൻ അല്ലെങ്കിൽ വായിക്കാൻ തീരെ സമയം കിട്ടാത്തത് കൊണ്ട് നമ്മുടെ ഉള്ള ബുക്സൊക്കെ വായിച്ച് തീർത്തിട്ട് ഇനി എടുക്കാമെന്ന് വിചാരിച്ചു. ഇതെന്തായാലും എടുക്കണം. ഇതൊക്കെ ഉണ്ടല്ലോ ഗൈസ്, ഇതൊക്കെ കോൺവെർസേഷൻ സ്റ്റാർട്ടർ. ഇതിനകത്തുള്ള കഥകളൊക്കെ നമ്മളിപ്പോൾ ഒരാളുടെ അടുത്ത് സംസാരിക്കുകയാണെന്ന് വെച്ചോ, ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്തെങ്കിലുമൊക്കെ സ്റ്റോറി നമുക്ക് കോൺവെർസേഷൻ്റെ ഇടയിൽ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അടിപൊളി. പോഡ്കാസ്റ്റിൽ ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഞാൻ ഒരുപാട് റാൻഡം കഥകളും റാൻഡം ലൈഫ് എക്സ്പീരിയൻസും ഒക്കെ കൊണ്ടുവരും. അതിൽ കുറേയൊക്കെ ബുക്കെന്നും കുറേയൊക്കെ ലൈഫായിട്ടുള്ളതെന്നും ചിലത് കാണുന്ന കണക്ക്. അപ്പോൾ എത്രത്തോളം ഇങ്ങനെയുള്ള എക്സ്ട്രാ ഇൻഫർമേഷൻ നമ്മുടെ ബ്രെയിനിൽ കിടക്കുമോ അതൊക്കെ നമുക്ക് ആരുടെയെങ്കിലും സംസാരിക്കുമെങ്കിൽ യൂസ് ചെയ്യാം. എല്ലാ പ്രൊഫഷനും ഇതിൻ്റെ ആവശ്യമില്ല. പക്ഷേ സെയിൽസ്, മാർക്കറ്റിങ്, ഈ കോൺവെർസേഷൻ, ആൾക്കാരുമായിട്ട് ഒരുപാട് സംസാരിക്കേണ്ടി വരുന്ന പ്രൊഫഷനിലുള്ളവർക്ക് നല്ല നല്ല ബുക്സ് വായിക്കുന്നത് ആക്ച്വലി ബുക്ക് വായന ഭയങ്കര നല്ലതാണ്. പക്ഷേ കോൺവെർസേഷൻ സ്റ്റാർട്ടറാണ് ബുക്സ് ഓൾവേസ്. അപ്പോൾ ഇനി അവർ സെൻട്രിഫ്യൂഗ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പോയി തലയിൽ കുത്തിവെക്കാം. അപ്പം അതുവരെ ഒരു അരമണിക്കൂർ ഇവിടെ ഇരിക്കാം. ഒന്നൊന്നും പറഞ്ഞ് വന്നതാണ് ഗൈസ്. ഇറങ്ങാൻ നേരത്തപ്പോൾ ഞാൻ തണ്ട 3 ബുക്ക് എടുക്കുന്നു. ഒന്ന് APJ അബ്ദുൽ കലാം സാറിൻ്റെ ഇഗ്നൈറ്റഡ് മൈൻഡ്സും നമ്മുടെ ഇന്നസെൻ്റ് ഏട്ടൻ്റെതും. പിന്നെ ഇനി എന്തെങ്കിലും എനിക്ക് ശശി തരൂർ സാറിനുമായിട്ട് പോഡ്കാസ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ സംസാരിക്കാൻ എന്തെങ്കിലും വേണമല്ലോ. അതുകൊണ്ട് വണ്ടർലാൻഡ് ഓഫ് വേർഡ്സ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരനൊരു ബുക്ക് എടുത്ത്. ഇതിനേക്കാളും നല്ല ബുക്ക് പുള്ളിക്ക് ഉണ്ട്. വായിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കത് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പുള്ളിക്കാരനെ നമ്മൾ ഗസ്റ്റായിട്ട് വരുന്നതിന് മുന്നേ അതുകൂടെ ഞാൻ വായിക്കാം. ഓക്കെ, ഇനി ഇവിടെ നിറങ്ങട്ടെ, എന്നിട്ട് പോയി തലയിൽ കുത്തിവെക്കാം. അതെന്താടാ? ക്ലീൻ ചെയ്യണം. കലാപരിപാടികൾ തുടങ്ങട്ടെ. തുടങ്ങിക്കോ. ഐശ്വര്യമായിട്ട് നമ്മൾ തുടങ്ങി ഗൈസ്. ഇനി കുത്തിവെപ്പ് കഴിഞ്ഞിട്ടില്ല ഗൈസ്. വലിയ വേദനയൊന്നുമില്ല, സെറ്റാണ് ഗൈസ്. അവിടെ നിന്ന് തലയിലും കുത്തിവെച്ച് ഇറങ്ങിയിട്ട് ഞാൻ നേരെ സനുബ്രോയിനെ പൊക്കി. എന്നിട്ട് ഇന്ന് ഉണ്ടല്ലോ ഗൈസ്, ഞാൻ ഈ വേഴാമ്പലിനെ കിട്ടുന്നത് പോലെ അല്ലെങ്കിൽ നീലക്കുറിഞ്ഞി പൂക്കുന്നത് പോലെ മാത്രം കാണാൻ പറ്റുന്ന ഒരാളെ കാണാൻ വേണ്ടി വന്നതാണ് അല്ലേ സനുബ്രോ? നമ്മള് അതെ, നമ്മൾ എടാ കള്ള കാവറക്കി വേഴാമ്പലേ, എവിടെ ആയിരുന്നടാ നീ? എവിടെയാടാ നീ? നല്ല മണം, പുതിയ പെർഫ്യൂമൊക്കെ അടിച്ചിറങ്ങിയൊക്കെയാണ്. ശരണ്യ ഇന്നലെ എനിക്ക് തന്നാടാ. നീ എന്താ ഹോളി കളിച്ചിട്ടോ? ഇവിടെയൊക്കെ കളറൊക്കെ അല്ല, അത് മറ്റേ ഇതിങ്ങനെയാണല്ലേ, അങ്ങനത്തെ ഡിസൈനാണ്. എവിടെയാടാ നീ? ഊളെ ഞാൻ ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് താമസം. കാക്കനാടോട് ഷിഫ്റ്റ് ആയി. എടാ എന്തുമാത്രം മിസ് ചെയ്യണടാ നിന്നെ ഞാൻ. ഞാനല്ല, ഞങ്ങളല്ലേ സനുബ്രോ? ഞാൻ വലിയ വ്ളോഗറായി കേട്ടോ, നീ അറിഞ്ഞില്ല. വളർത്തി ഒരു അധോലോകമായി മാറ്റി. പോഡ്കാസ്റ്റ് ഒക്കെ മൊത്തം ഇപ്പൊ വൈറലായി. ഞാൻ ഫുള്ളിരുന്ന് കേട്ട്, ഞാൻ ഏതാണ്ട് 2 പ്രാവശ്യം കേട്ടു. എടാ എങ്ങനെയുണ്ടാ? സെറ്റ് അല്ലേ? സൂപ്പർ സാധനം, ഒന്നും പറയാനില്ല. ട്രൂലി അൺലീഷ്ഡ്. ഓ അതാണ് എന്നെ മാത്രം, എന്നെ നല്ല രീതിയിൽ അൺലീഷ്ഡ് ആക്കി. ഞാനങ്ങ് സ്വയം മറന്നങ്ങ് ഇരുന്നു പോയി. പക്ഷെ അതിൽ എനിക്ക് സനുബ്രോ ആയിട്ട് തന്നെ കാണാൻ പറ്റി. ഇല്ലേ? സാധാരണ മറ്റേ വ്ളോഗില് അല്ലെങ്കിൽ വീഡിയോയിലൊക്കെ വരുമ്പോഴത്തേക്കും അതിനകത്ത് കംപ്ലീറ്റ്ലി സനുബ്രോ ആയിരുന്നു. അത് തന്നെ. ഇന്നലത്തത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ അൺലീഷ്ഡ് ആയിട്ടുണ്ട്. ആരടാ? എന്നെ നീ മറ്റേ ഷാരൂന്റെ കൊണ്ടുവന്ന് ഫാഷൻ സ്റ്റോറി കൊണ്ടിട്ടിട്ട് ഒറ്റ ഓട്ടോടാ ക്യാമറ തന്നിട്ട്, ഈ കോൺഷ്യസ് ആയിട്ടുള്ളവൻ ക്യാമറ പിടിച്ചോണ്ട് അവന്റെ പുറകെ ഓട്ടായിരുന്നു. 1 ഷോട്ട് സീനൊക്കെ ഉണ്ട്. 9 മിനിറ്റ് സിംഗിൾ ഷോട്ട്, അതൊക്കെ അങ്ങനെയൊക്കെയാണ്. ഈ വ്ളോഗ് വരുമ്പോഴത്തേക്കും ഞാനത് കണ്ടു കാണും. ഞാൻ കണ്ടിട്ടില്ല. ഇല്ല, കണ്ടിട്ട് പറയാം. അളിയടാ ശരിക്കും മിസ് ചെയ്യൂടാ. പക്ഷെ യവൻ എറണാകുളം വിട്ട് നമ്മളെ എല്ലാവരെയും വിട്ട് പോവുകയാണ്. അങ്ങനെയൊന്നുമില്ല, ഞാൻ ഇടയ്ക്ക് ഇവിടെയൊക്കെ തന്നെ കാണും. പക്ഷെ നീ എവിടെ പോകണടാ? ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കോഴിക്കോട് വരെ. എന്നാലും ഞാൻ കൊച്ചിയിലൊക്കെ തന്നെ കാണും. ഇപ്പൊ നാളെ ഞാൻ പോണെങ്കിൽ അടുത്ത ആഴ്ച വീണ്ടും ഞാൻ വരുന്നുണ്ട്. എന്റെ കല്യാണത്തിന് ഒരാഴ്ച അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ അത്രേ ഉള്ളൂ. ആ ഓക്കെ, ഒന്നും പറയാനില്ല. കല്യാണം എന്ന് പറഞ്ഞാൽ ജൂലൈ അല്ലേ? ജൂലൈ പിന്നെ ഫുൾ മാസം പൊളിച്ച് അവിടെ തന്നെ. നമ്മൾ ഇനിയിപ്പോ കഴിക്കട്ടെ. ഇവിടെ ഏത് കടയാണോ? അവിടെ വോയേജർ എന്ന് പറഞ്ഞ ഏതോ കടയിലോട്ട്. ഇതും സനുബ്രോ സജസ്റ്റ് ചെയ്താണ് ഗൈസ്. ഇതെന്താണ് സനുബ്രോ ഇവിടുത്തെ? എന്താണ് ഇവിടുത്തെ പ്രത്യേകത? ബർഗറാണ് മെയിൻ ആയിട്ട്. ഞാൻ ഇവിടെ ബർഗറെ കണ്ടിട്ടുള്ളൂ. അവൻ പറഞ്ഞ സ്റ്റേക്ക് ഉണ്ട്. ഉണ്ട്, ഞാൻ എപ്പോഴും വന്നപ്പോ കഴിച്ചാൽ നമ്മൾ തന്നെ കഴിച്ചിട്ടുണ്ട് പഴയ വോയേജർ അപ്പുറത്തിരുന്ന്. ഇത് പുതിയ വോയേജർ. നമുക്ക് നോക്കാം ഉണ്ടോ ഇല്ലേ. അതെ, സ്റ്റേക്ക് ഇല്ലെങ്കിൽ ഹമ്പിൾ ഇപ്പൊ ഇവിടെ സ്റ്റേക്ക് ഉണ്ടാക്കും അല്ലേടാ? അതെ, ഓക്കെ. ഇത് ബർഗർ സോൺ എന്നാണല്ലോ എഴുതിയേക്കണം. ഉണ്ട് ഗൈസ്. ഗ്രിൽഡ് ചിക്കൻ ഫില്ലേ മീൽ ന്യൂ. അതൊരെണ്ണം എടുത്തോ എനിക്ക്. സനുബ്രോയ്ക്ക് എന്താണ്? കോഫിയാ?
ഞാൻ ജ്യൂസ് കുടിച്ചോ. നിനക്കാടാ? എനിക്കൊന്നും വേണ്ട. അപ്പൊ ഞാൻ മാത്രം തിന്നണോളാ? അല്ലെങ്കിൽ വേണ വിങ്സ്. അപ്പൊ ഒരു വിങ്സും ചിക്കൻ വിങ്സും ബഫല്ലോ സ്റ്റൈൽ വിങ്സും. അത് എത്ര പീസ് വേണോടാ എനിക്ക്? 9 പീസ്, 3 പീസ്, 5 പീസ്. 5 പീസ് എടുക്കട്ടാ. 5 പീസും പിന്നെ മറ്റേ ചിക്കൻ ഗ്രില്ലും എടുത്തു. സോസ് ഏതാ വേണ്ടത്? വൈൽഡ്. വൈൽഡിന്റെ അത്രയില്ല. സിറാച്ച് ഇടറാ, നീ അത് കഴിക്കും. ഓക്കെ. അപ്പം ഒലിവർ ട്വിസ്റ്റിന്റെ സഹോദരനെ എടുക്കൂ. നല്ല ചെടിയല്ലേ? ഇതൊന്നല്ല ഞാൻ അടിച്ച സാധനമല്ലേ ഇത്? തക്കം പാർത്തിരിക്കുന്നു. പിന്നെ അവനടിച്ച സാധനം അവനിട്ട് തന്നെ കൊടുത്തു. അതെ അതെ. കിണ്ണം ഫ്രെയിം നമുക്ക് ഇവിടെ ഇരിക്കാം കേട്ടാ. എനിക്ക് ഇങ്ങനത്തെ ഫ്രെയിമുകൾ ഭയങ്കര ഇഷ്ടമാണ്. ഇത് 928 രൂപ. വലിയ കുഴപ്പമില്ലാത്ത ഇതാണെന്ന് തോന്നണം. കഴിച്ചു നോക്കാം. എന്താ ഇത്? ഇതല്ലേടാ നീ പറഞ്ഞ ഓർഡർ ചെയ്ത വിങ്സ്? ഞാനല്ല, നീയാണ് ശ്രീരാജ മതി എന്ന് പറഞ്ഞത്. ഇതാണ് ശ്രീരാജ. കഴിച്ചു നോക്കടാ ശ്രീരാജ. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ തോന്നും. ആണോ? അതെങ്ങനെയുണ്ട് സാർ ബ്രോ? വോയാജർ ആണല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സത്യം. പക്ഷെ എനിക്ക് ഡയറ്റ് ആയതുകൊണ്ട് കുടിച്ചുകൂടാ. ഇത് എരിവ് പയ്യെ പയ്യെ പഞ്ചായി വരുന്നുണ്ട്. ആണോ? കയറി വരുന്ന എരിവാണല്ലേ? ഞാനിവിടെ കഴിച്ചോട്ടെ. പുളിപ്പും എരിവും ആണോ? ചൂടുണ്ടല്ലോ. കളിയരിയില്ല. അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളൂ. ടേസ്റ്റ് ഉണ്ട്. പക്ഷെ എന്റെ പള്ളി ഇതെന്തരുത്? ഇത് കൊള്ളാല്ല ഗൈസ്. ഇതെന്ന് എനിക്ക് തിന്നൂടാ, ഇതും എനിക്ക് തിന്നൂടാ. ഞാൻ ഇത്രയും മാത്രമേ കഴിക്കുള്ളൂ. ഇത് കുറെ ഉണ്ടല്ലോടാ. നല്ല വിഷയം. ബ്രോക്കോളി കൂടെ കയറ്റാനുള്ള നോക്കി കണ്ടുണ്ടെന്ന്. ചിക്കൻ കൊടുത്തുള്ള ജ്യൂസി ആവാന്നാണ് സലിബ്രോയുടെ വെർഡിക്റ്റ്. ഡ്രൈ ആയിപ്പോയത്. എനിക്ക് ചിക്കനായിട്ട് തന്നെ തോന്നി. ഇതാണ് കോമഡി. എനിക്ക് ഇതിനെ കുറിച്ച് ഒരു തിന്നാപ്പ് പറഞ്ഞോട്ടോ സലിബ്രോട്ടാണെങ്കിൽ ആധികാരികമായിട്ട് പറയാറേ. അതാണ് സലിബ്രോ നമ്മുടെ കോംബോ ഇത്ര രസം. ഞാൻ കഴിച്ചിട്ട് ഇങ്ങനെയാണ് എന്റെ ഐറ്റം. സെറ്റ് കഴിച്ചിട്ടൊക്കെ വരാം. ഓ കഴിച്ചിറങ്ങി ഗൈസ്. കുഴപ്പമില്ല. ഇത്ത ഫുഡ് അല്ലേ? എന്നിട്ട് എന്റെ ഒരു ചിക്കൻ വിങ്ങും എന്റെ ഇതിപ്പോ ഒരു ചിക്കൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അറിയാ. അപ്പം പോയിട്ട് വാ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് ഓൺ ദ ന്യൂ ജേർണി. കാലിക്കട്ടിൽ നിന്ന് ബിരിയാണി ബ്ലോഗിന് വേണ്ടി വരും. അതെ അതെ വരുന്നതായിരിക്കും ഗൈസ്. അപ്പൊ ഇന്നത്തെ ബ്ലോഗ് ഞാൻ എൻഡ് ചെയ്യുന്നു. ബൈ ബൈ. ഹാപ്പി ബർത്ത്ഡേ നസീർ വൺസ് അഗൈൻ. ഹാപ്പി ബർത്ത്ഡേ നസീർക്ക്. ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ നിനക്ക് അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. ഞാൻ ഉണ്ടാവില്ല. താങ്ക് യു. 2 ദിവസം. എൻജോയ്. ബൈ ഗൈസ്.